ഞാൻ റിസ്വാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ACCA പാർട്ട്ലി ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ ACCയുടെ തന്നെ ലാസ്റ്റ് 4 പേപ്പേഴ്സ്, അതായത് P ലെവലിലുള്ള 4 പേപ്പറിലുള്ള ഫസ്റ്റ് പേപ്പർ ആയ SBR അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് Xylem ലേണിംഗ് കൊച്ചിയിലുള്ള ഓഫ്ലൈൻ ക്യാമ്പസിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ACCയിൽ ഞാൻ വന്ന സമയത്ത് F1 F4 ചെയ്യുന്ന സമയത്ത് എനിക്കൊരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നീട് 5-9 വന്ന സമയത്ത് എനിക്ക് അറിയാമായിരുന്നു F1 F4 എനിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 5-9 5 പേപ്പേഴ്സും പറഞ്ഞാൽ ഓരോ പേപ്പറും ഡിഫറെൻറ്റ് രീതിയാണ്, അപ്രോച്ചാണ് ലേണിങ്ങിൻ്റെ. അപ്പോൾ ഒരു പേപ്പറിന് ചിലപ്പോൾ പെട്ടെന്ന് പഠിച്ച് തീർക്കേണ്ടി വരും, ഒരു പേപ്പറിന് ചിലപ്പോൾ ടുവേർഡ്സ് ദ എൻഡായിരിക്കും പഠിക്കേണ്ടി വരിക. അപ്പോൾ ഓരോ സബ്ജക്റ്റും ഞാൻ പഠിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഡേ ടൈമിലുള്ള സമയത്ത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക, മെയിനായിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, പിന്നെ റീസെൻ്റായിട്ടുള്ള ACCയുടെ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസ് ചെയ്യുക, എന്നിട്ടൊരു കോൺഫിഡൻസ് ഉണ്ടാക്കുക, എന്നിട്ട് എക്സാം എഴുതാൻ പോവുക. ഈ ഡിസംബർ 7-ാം തീയതിയാണ് ഞാൻ എക്സാം ചെയ്യുന്നത്. അത് SBR ആണ്. അത് P ലെവലിലുള്ള ഫസ്റ്റ് പേപ്പറാണ്. അതാണ് എല്ലാ കുട്ടികളും ഇനീഷ്യലി ചെയ്യുന്ന പേപ്പർ. അതിൽ എൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഡെയിലി ഓരോ ക്വസ്റ്റ്യൻസ് വെച്ച് ചെയ്തു പോവുക, പിന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും കറണ്ട് ഇഷ്യൂ കൃത്യമായിട്ട് റിവൈസ് ചെയ്യുക, ടെൻഷൻസ് കൂടുതൽ വെക്കാതെ മൈൻഡ് റിലാക്സ് ആയിട്ട് ഡേ ടൈമിൽ തന്നെ പഠിച്ചു തീർക്കാനുള്ള മൈൻഡ് സെറ്റ് വെക്കുക. മിഷൽ സാർ എന്ന് പറയുമ്പോൾ നമ്മൾക്കൊരു ബ്രദറിനെ പോലെയാണ്. പുള്ളി ഓരോ സ്റ്റേജിലും നമ്മളെ ഉപദേശിക്കും, ഇന്ന കാര്യം ചെയ്യണം എന്ന് പറയും. അപ്പോൾ ആ കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്ത് പോവും. പിന്നെ പുള്ളിയുടേതായ ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾക്ക് തരും. അപ്പോൾ ആ പ്ലാൻ അനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ പുള്ളിയുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണോ റീസെൻ്റായിട്ടുള്ള കാര്യങ്ങൾ അത് പുള്ളി പഠിക്കും, അത് നമ്മൾക്ക് പറഞ്ഞു തരുന്ന രീതിയാണ്. എന്തൊക്കെ ചേഞ്ചസ് SBRൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ പുള്ളി എടുക്കുന്ന സബ്ജക്ട്സ് എന്തെല്ലാം ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ട്, അത് ഇൻകോപ്പറേറ്റ് ചെയ്തുകൊണ്ട് പഠിപ്പിക്കും എന്ന രീതിയാണ് മിഷൽ സാറിനുള്ളത്. സൈലത്തിൻ്റെ ലേണിംഗ് മെറ്റീരിയൽസ് വളരെ യൂസ്ഫുൾ ആയിരുന്നു. അതിലിപ്പോൾ നോട്ട്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾക്ക് റെക്കോർഡിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നോട്ട്സിൽ തന്നെ ടെക്നിക്കൽ ആർട്ടിക്കിൾസ് ACCയുടെ തന്നെ എല്ലാം ഇൻകോപ്പറേറ്റഡ് ആണ്. മിഷൽ സാറ് കൃത്യമായിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് യൂസ്ഫുൾ ആണ്. ഏത് സമയത്തും എടുത്ത് നോക്കിയാലും വിത്തിൻ ഹാഫ് ആൻ അവർ 1 hourനുള്ളിൽ പഠിച്ചു തീർക്കാനുള്ള രീതിയിലാണ് വെച്ചിട്ടുള്ളത്. എനിക്ക് വീട്ടിൽ ചെന്നാലുള്ള പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഫോൺ യൂസ് ചെയ്തു പോകും. അതുപോലെ ഞാൻ ഡൈവേർഷൻ വളരെ കൂടുതലാണ്. പിന്നെ ഹോസ്റ്റലിൽ പഠിക്കുകയാണെങ്കിൽ തന്നെ അവിടെ കുറച്ച് പേര് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ നമ്മൾക്ക് അവിടെ നിന്ന് തീർക്കാൻ പറ്റില്ല. അപ്പോൾ Xylem ഓൾറെഡി സ്റ്റഡി റൂം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മെൻറ്റേഴ്സ് ഫിസിക്കലി അവൈലബിൾ ആണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ മെൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഫ്രീ ടു ആസ്ക് ആണ് ഡൗട്ട്സൊക്കെ. അവർ കൃത്യമായിട്ട് നമ്മൾക്ക് പറഞ്ഞു തരും. ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ സപ്പോർട്ടിങ് സ്റ്റാഫ്സ് ആയാലും അവർ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റഡി റൂംസിൽ വരുമ്പം തന്നെ നമ്മൾക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻസും ഇതൊക്കെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എഫക്റ്റും കൂടിയുണ്ട്. ഏതാനും കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ACC എക്സാംസ്. ഏത് പേപ്പറായാലും പാനിക് ആവാതെ നോക്കുക, ടെൻഷൻസ് കൊടുക്കാതിരിക്കുക. 1-2 ചോദ്യങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ആ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളെ വന്നു കഴിഞ്ഞാൽ പതറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം പാനിക് ഒഴിവാക്കുക, മൈൻഡ് റിലാക്സ് ആക്കി വെക്കുക. മാക്സിമം നമ്മൾ എന്താണോ പഠിച്ചത് അതിൽ കോൺഫിഡൻ്റ് ആയിട്ട് പോവുക.